ഇബിലീസ് ത്വരീഖത്തിന്റെ ചാവേറായിട്ട് ഒരു പാൽക്കുപ്പി പയ്യനിപ്പോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദ്യം ചെയ്യുന്നത് ആരെയാ? ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെയൊക്കെയാണ്. സംഗതി വലിയ കോമഡിയാണ്. പാൽക്കുപ്പി ചുണ്ടിൽ നിന്ന് മാറ്റാൻ പ്രായമാകാത്ത ചെക്കനൊക്കെ ഇപ്പോ കോമാടന്റെ കൂട്ടത്തിൽ പെട്ടപ്പോ എന്തോ കൊമ്പത്തെത്തി എന്ന് വിചാരിച്ചിട്ട് പേരോട് ഉസ്താദിനെയൊക്കെയാണ് ചോദ്യം ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആയിക്കോട്ടെ, കാര്യം പറ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. അതൊരു മുത്തല്ലേ? സുന്നത്ത് ജമാഅത്തിന്റെ ധീര ശബ്ദമല്ലേ? പുത്തനാശയക്കാർക്കും കള്ളത്തൊരീക്കത്തുകാർക്കുമൊക്കെ പേടി സ്വപ്നമായി ഇന്നും കേരളത്തിൽ സുന്നി ആദർശം വിളിച്ചു പറയുന്ന ഒരു മഹാനായ പണ്ഡിതനല്ലേ? എന്താണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് എന്താ പ്രശ്നം? അയാളുടെ സുന്നി വിരുദ്ധ ദീനി വിരുദ്ധ ആശയങ്ങളെ കുറിച്ച്, വികലമായ ആദർശങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളതാണ്. അത് ഞങ്ങൾക്കറിയാമല്ലോ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങളുടെ തൊഴില് തന്നെ അതല്ലേ. അന്നം മുട്ടിപ്പോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പേരോട് ഉസ്താദിനെതിരെ നിരന്തരം നിങ്ങൾ പറയാറുണ്ട്. എന്നിട്ട് എന്താ ചക്ക പറയ്, കേക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിനാകെയും സഹായികളായി വെച്ചിട്ടുള്ള മഹത്തുക്കളായ മശായിഖന്മാർ, അവരുടെ മദദോ ഹിഫ്ളോ ഒന്നും ഞങ്ങൾക്ക് വേണ്ട, മറിച്ച് അള്ളാഹുവിന്റെ മാത്രം സഹായവും ഹിഫ്ളും മതി എന്ന് പറഞ്ഞ് പരിശുദ്ധമായ ദീനിനെതിരെ ശബ്ദിക്കാൻ തുടങ്ങിയ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. പേരോട് ഉസ്താദ് അങ്ങനെയൊക്കെ പറഞ്ഞോ? അതെന്തായാലും നന്നായി, പറയേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ പറയുന്ന മശായിഖന്മാർ എന്നൊക്കെ പറയുന്ന സാധനങ്ങള് കോമാണ്ടി, ബീരാണ്ടി, സുലൈമാണ്ടിയെ പോലെയുള്ള സാധനങ്ങളല്ലേ? അവരുടെയൊക്കെ ഹിഫുദും അവരുടെയൊക്കെ നിയന്ത്രണവും ഒക്കെ ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ ഏതൊക്കെ കോലത്തിലാണ് നടക്കുന്നത് എന്നും എന്തൊക്കെ കോലത്തിലാണ് ഹിഫുദുള്ളത് എന്നൊക്കെ. ആ ഹിഫുദ് ഞങ്ങൾക്ക് വേണ്ടാന്ന് പേരോട് ഉസ്താദ് പറയണം. അത് സുന്നികൾക്ക് ആവശ്യമാണ്, സുന്നികൾക്ക് ആവേശമാണ്. അതാണോ ഇപ്പൊ നിനക്ക് പ്രശ്നമായത്? എന്നിട്ട് നിന്റെ പ്രശ്നം എന്താ? ബാക്കി പറ. തുടക്കത്തിലൊക്കെ അയാളുടെ ദീനി വിരുദ്ധ സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിക്കാനും വിശദീകരിക്കാനും അയാൾക്ക് ചാവേറായി രംഗത്ത് വന്നിരുന്നത് തുടക്കകാലത്തിലൊക്കെ അയാളുടെ സ്വന്തം മക്കൾ തന്നെയായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോ അവരെ കാണാതെയായി. അതാണോ ഇപ്പൊ നിന്റെ പ്രശ്നം? അത് കാര്യാക്കണ്ട. അത് വാപ്പയുള്ളവർക്ക് പറഞ്ഞാലേ മനസ്സിലാകൂ. വാപ്പയെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ വാപ്പയെ ഒരുത്തൻ നടുറോട്ടിൽ ചീത്ത പറഞ്ഞാൽ അവരിടപെടും, ചോദ്യം ചെയ്യും. പിന്നെ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ പിരാന്തനാണ്, തലക്കു സുഖമില്ലാത്തവനാണെന്ന് മനസ്സിലായാൽ സ്വാഭാവികമാണ്, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല. അത്രേ ഉള്ളൂ ഈ വിഷയത്തിൽ. ഇതാണോ ഇന്ന് നിന്റെ പ്രശ്നം? അതല്ല വേറെ വല്ല പ്രശ്നമുണ്ടോ? പിന്നെ അയാൾക്ക് വേണ്ടി കടന്നു വരുന്നത് അയാളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന അയാളുടെ ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരായിരുന്നു. പിന്നെ അവരെയും കാണാതാവുകയാണ്. ഇതും പ്രശ്നമാണോ? അതും കാര്യാക്കണ്ട. ഈ കുരുത്തം പൊരുത്തം ഉസ്താദുമാരുടെ തൃപ്തി എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്. തൃപ്തിയുള്ള ശിഷ്യന്മാർക്ക് ഉസ്താദുമാരെ പറഞ്ഞ പൊള്ളും, സ്വാഭാവികമായും അവരും ഇടപെടും. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് പിരാന്തനാണ് എന്ന് ചിന്തിച്ചിട്ട് അവരും മാറിപ്പോകും. ഇതൊക്കെ നീ ഇത്ര വലിയ കാര്യമാക്കുവാണോ? വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മോനെ? പിന്നെ ഇയാളുടെ ചാവറുകളായി രംഗത്ത് വന്നിരുന്നത് നമുക്കൊക്കെ അറിയാം. ഇയാളുടെ സംഘടനയുമായി അതിനോട് അനുഭാവം പുലർത്തുമ്പോൾ തന്നെ ഇത്തരം സ്ഥാപനങ്ങളുമായോ സംഘടനകളുമായോ ഔദ്യോഗികമായി യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ് ഇയാളുടെ ചാവേറുകളായി രംഗത്ത് വന്നിരുന്നത്. അതെയോ? ഒരു ഔദ്യോഗിക സ്ഥാനവും ഇല്ലാത്ത, സംഘടനകളുമായി ബന്ധമില്ലാത്ത ആളുകൾ പോലും പേരോട് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്നുണ്ടോ? എന്റെ പൊട്ടൻ ചെക്ക, അപ്പൊ തന്നെ ഒന്ന് ചിന്തിച്ചുകൂടെ? അത് ആ പേരോട് ഉസ്താദ് പറയുന്നത് ഹക്കാണ് എന്ന്. അതുകൊണ്ടാണ് സംഘടനയിൽ പോലും ഇല്ലാത്ത ആളുകൾ പേരോട് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. അതിനെ എങ്ങനെ മനസ്സിലാക്കാനാണ്? പാലുകൂടി പ്രായം മാറിയിട്ടില്ലല്ലോ, ആ മഞ്ഞ മാറിയിട്ടില്ലല്ലോ. അവൻ പേരോട് ഉസ്താദിന് മറുപടി പറയാൻ വന്നിരിക്കുകയാണ്. എന്നിട്ട് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇന്നിപ്പോ എന്താ അവസ്ഥ? പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ അല്ലെങ്കിൽ സമസ്ത AP വിഭാഗത്തിന്റെ ചാവേറുകളായി രംഗത്ത് വരുന്നത് അറബി പോയിട്ട് മലയാളം പോലും ശരിയായി എഴുതാനോ വായിക്കാനോ സംസാരിക്കാനോ അതല്ലെങ്കിൽ കേട്ടു മനസ്സിലാക്കാനോ കഴിവില്ലാത്ത ഏതൊക്കെയോ ആളുകളാണ് AP സമസ്തയുടെ അല്ലെങ്കിൽ പേരോട് മൗലവിയുടെ ചാവേറുകളായി രംഗത്ത് വരുന്നത്. അവരും പേരോട് ഉസ്താദിന് വേണ്ടി രംഗത്തിറങ്ങിയല്ലേ? എന്റെ ചെക്ക, നീ പേരോട് ഉസ്താദിനെ വിശ്വസിക്കണ്ട. നിന്റെ ഷെയ്ഖാണെന്ന് പറയുന്ന, ലോകം നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒത്ത ജോഡിയാണെന്ന് നിങ്ങൾ പറയുന്ന, അതുപോലെ ഉമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്നപ്പോൾ തന്നെ ഖുർആൻ ഹിഫ്ളാക്കിയ, അതുപോലെ ഖളിർ അലൈഹിസ്സലാം ജനിച്ച സമയത്തും ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷമൊക്കെ കൂടെ നിന്ന് സഹായിച്ചു എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു ഷെയ്ഖില്ലേ,
ആ ലോകം നിയന്ത്രിക്കുന്ന ഷെയ്ഖ്. ആ ഷെയ്ഖിനെങ്കിലും ഒന്ന് വിശ്വസിക്കണ്ടേ ചെക്ക? അയാൾ പറയുന്നതെങ്കിലും നിങ്ങളൊന്ന് അംഗീകരിക്കണ്ടേ? ഇവിടെ പേരോട് ഉസ്താദിന് വേണ്ടി നാടന്മാര് രംഗത്തിറങ്ങാന്നല്ലേ പറഞ്ഞത്? നാടന്മാര് രംഗത്തിറങ്ങൂന്ന് പറഞ്ഞത് നിന്റെ ഷെയ്ഖാണ്. കേട്ടിട്ടില്ല നീ? ഞാൻ കേൾപ്പിച്ചു തരാം. ആ കാലം കഴിഞ്ഞ് ഇനി മൂല്യന്മാരെ കാലം തന്നെ വിടല്ല, ഇനി വരുന്നത് നാടന്മാരായ മനുഷ്യന്മാരെ കാല. ഇത് നിന്റെ ഷെയ്ഖ് പറഞ്ഞു വെച്ചതാണ്. നിന്റെ ഷെയ്ഖ് പറഞ്ഞതേ ഇവിടെ നടക്കൂ. ഞങ്ങൾ എന്തു പറയണമെന്നും ഞങ്ങളുടെ കൂടെ വരുന്ന ആളുകൾ എന്തു പറയണമെന്നൊക്കെ തീരുമാനിക്കുന്നത് നിന്റെ ഷെയ്ഖാണടാ ചെക്ക. എന്റെ പാൽക്കുപ്പി പയ്യ, ആ ഷെയ്ഖ് പറഞ്ഞു വെച്ചത് നീ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എന്ത് പറയണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമോ നിങ്ങൾ പറയന്നെയും. നിങ്ങളുടെ മച്ചായിക്ക് തീരുമാനിച്ചു, അതിനനുസരിച്ച് ഞങ്ങൾ പറയുകയാണെന്നെങ്കിലും വിശ്വസിക്കണ്ടേ ചെക്ക? ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസമൊന്നുമില്ല. പക്ഷെ പറഞ്ഞത് നിങ്ങളുടെ മച്ചായിക്കല്ലേ? അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അറബി പോലും അറിയാത്ത, മലയാളം പോലും അറിയാത്ത പയ്യന്മാര് വരെ നിങ്ങളെ ട്രോളാണ്. നിങ്ങളുടെ വിവരക്കേടിനെ സമൂഹത്തിൽ ചോദ്യം ചെയ്യാൻ. അത് നിങ്ങളുടെ മച്ചായിക്ക് തീരുമാനിച്ചിട്ടാണെന്ന് അങ്ങ് വിചാരിച്ചാൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അതിനെന്തിനാ മോനെ ഇത്ര വലിയ പ്രശ്നമാക്കി നീ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വന്നത്? പേരോട് ഉസ്താദിന് മറുപടി പറയാൻ വന്നാണോ എന്റെ പാൽക്കുപ്പിച്ചക്കൻ? എന്നിട്ട് പറഞ്ഞ കേക്കട്ടെ. ഇന്ന് അവര് ചാവേറുകളാകാൻ ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതെ, പത്രത്തിലൊക്കെ പരസ്യം കൊടുത്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞങ്ങളുടെ പത്രങ്ങളിലോ ഞങ്ങളുടെ ഇടപെടലുകളിലോ ഒന്നും ചാവേറാകാൻ ആളെ വേണമെന്ന് പറഞ്ഞിട്ടൊരു പരസ്യം ഞങ്ങൾ കണ്ടിട്ടില്ല. നീ കണ്ടിട്ടുണ്ടോ? യൂട്യൂബിലോ അല്ലെങ്കിൽ TV-യിൽ വാർത്തക്കിടയിലോ എവിടെയെങ്കിലും അങ്ങനെ ഒരു പരസ്യം നീ കണ്ടിട്ടുണ്ടോ? വല്ല തെളിവും നിന്റെ കയ്യിലുണ്ടോ? തെളിവൊന്നും വേണ്ടല്ലോ അല്ലേ? വെളിവില്ലാതങ്ങ് പറഞ്ഞാൽ പോരെ. പറയണത് മുഴുവനും കോമാണ്ടന് വേണ്ടിയാകുമ്പോൾ അത് സ്വാലിഹായ ഇബാദത്താണ്. പ്രത്യേകിച്ച് പേരോട് ഉസ്താദിനെ പോലെയൊക്കെയുള്ള ആളുകൾക്കൊക്കെ മറുപടി പറയാൻ മീശ പോലും മുളക്കാത്ത ചെക്കൻ അങ്ങ് തട്ടി വിടുക തന്നെ. ഇവരൊക്കെ ത്വരീക്കത്തിന്റെ ആളുകളാണ്. എന്തായാലും ചെക്കൻ പറയുന്ന ബാക്കി കൂടി കേൾക്കാം. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു നോക്കിയപ്പോഴാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ചിന്തിക്കാനൊക്കെ പ്രായമായോ നിനക്ക്? അതിനൊക്കെയുള്ള തലച്ചോറുണ്ടോ? അല്ലെങ്കിൽ തന്നെ കോമാടന്റെ കഴുതകളെന്നല്ലേ നിങ്ങളുടെ വലിയ കോളാമ്പി പോലും പറയുന്നത്? കോമാടൻ എന്തു പറയുന്നോ അത്. അങ്ങനെയുള്ള നിങ്ങൾക്ക് ചിന്തിക്കാൻ തലച്ചോറോ? അത്ഭുതം, മഹാത്ഭുതം. എന്തായാലും ആ തലച്ചോറ് കൊണ്ട് ചിന്തിച്ചിട്ട് നിനക്ക് എന്താ കിട്ടിയത്? നമുക്കറിയാം, പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ വികലമായ ആശയങ്ങൾ, സുന്നി വിരുദ്ധ ആശയങ്ങൾ ന്യായീകരിച്ച് വിശദീകരിച്ച് അദ്ദേഹത്തിന്റെ ചാവേറുകളായിട്ട് രംഗത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ വന്നുപെടുന്നത് അഹ്സനി ഉസ്താദിന്റെയും അൻവരി ഉസ്താദിന്റെയും തൊഴിയൂർ ഉസ്താദിന്റെയും ഒക്കെ മുന്നിലാണ്. അതല്ലാതെ വന്നുപെടാൻ വേറെ സാധനങ്ങൾ ആ കൂടാരത്തിൽ ഇല്ലല്ലോ. ആകെ ഈ 3 കോളാമ്പിയല്ലേ ഉള്ളൂ. അപ്പൊ അവരുടെ മുമ്പിൽ തന്നെ വന്നുപെടും. പിന്നെ ബാക്കിയുള്ളത് നിന്നെ പോലെയൊക്കെയുള്ള മീശ പോലും മുളക്കാത്ത ചെറിയ പയ്യന്മാരാണ്. അപ്പൊ പിന്നെ സ്വാഭാവികമായും ആ കോളാമ്പികളുടെ മുമ്പിൽ വന്നു പെടും. പെട്ടിട്ട് ബാക്കി പറ. നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാരുമായി ആദർശ രംഗത്ത് ഒരു ഗണ്ണനത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ, അതല്ലെങ്കിൽ ഒരു സംവാദ വേദിയിൽ ഇരിക്കേണ്ടി വന്നാൽ, ആ പ്രബോധകന്റെ അല്ലെങ്കിൽ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന മറുഭാഗത്ത് വരുന്ന ആളുകളുടെ കരിയർ അവസാനിച്ചു എന്നാണ് അതിനർത്ഥം. കാരണം എന്താ? ആ വ്യക്തി തീർത്തും എക്സ്പോസ് ചെയ്യപ്പെടും സമൂഹത്തിന് മുമ്പിൽ. ആ കോളാമ്പികളുടെ മുമ്പിൽ ചെന്ന് പെട്ടുകഴിഞ്ഞാൽ എക്സ്പോസ് ചെയ്യപ്പെടും അത്രേ. ഞങ്ങൾ കുറെ എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എത്ര സംഭവങ്ങൾ. ഇബിലീസിന്റെ വിഷയം വെറുതെ നൗഷാദിനോട് ഒന്നും പറയണ്ട, ഇബിലീസ് എന്ന് പറഞ്ഞാൽ മതി, അപ്പൊ ഒരു ഞെട്ടലുണ്ടാകും. അതിനു മുമ്പ് പലതും ഞെട്ടിയിട്ടത് വേറെ കാര്യം. എന്തിനധികം നാടന്മാരെടുത്ത് കൈകാര്യം ചെയ്യല്ലേ. ഇവിടെ എക്സ്പോസ് ചെയ്യപ്പെടുന്നുണ്ട്, നിനക്കറിയോ? മടവൂരാണ് ഞങ്ങളുടെ പടച്ചോൻ. എക്സ്പോസ് ചെയ്യപ്പെടുക. ചെറിയ ചെറിയ പിള്ളേര് വരെ, പെണ്ണുങ്ങൾ വരെ എടുത്തിട്ട് ട്രോളുമാണ് ചങ്ങാതിമാരെ. ആ കൂടാരത്തിൽ നിന്ന് നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങ്, എന്നിട്ടൊന്ന് ചുറ്റും തലതിരിച്ച് നോക്ക്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ ആ കോമാടന്റെ മോന്ത മാത്രമല്ല വേറെ ആളുകളുണ്ട്. കോളാമ്പികളുടെ ഒച്ച മാത്രമല്ല വേറെയും ചില ശബ്ദങ്ങളുണ്ട്. അതൊക്കെ ഒന്ന് കേക്ക്. പെണ്ണുങ്ങൾ വരെ എടുത്ത് ട്രോളാൻ, ചോദ്യം ചെയ്യാൻ. അത്തരത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട ഒരു കൂടാരത്തിലെ ആളുകളിലെ പാലുകൂടി മാറാത്തൊരു പയ്യൻ വന്നിട്ട് പറയാണ്, ഈ ഒത്താതന്മാരുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ അവർ എക്സ്പോസ് ചെയ്യപ്പെടുമത്രേ. നിനക്ക് തമാശയൊക്കെ പറയാനറിയാല്ലേ? എന്നിട്ട് ബാക്കി പറ. അയാളുടെ വികലമായ ആശയങ്ങൾ
സുന്നി വിരുദ്ധ ആദർശങ്ങൾ, അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആശയത്തിലുള്ള അപജയങ്ങളൊക്കെ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി തുറന്നു കാട്ടപ്പെടുകയും പിന്നീട് ആ രൂപത്തിലുള്ള ഒരു സംഘടനയുടെയോ സ്ഥാപനത്തിന്റെയോ ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ ഇരിക്കുമ്പോൾ അത് ആ സംഘടനക്ക് കൂടി അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിന് കൂടി ഭാരമാകുന്ന രൂപത്തിലേക്ക് മാറുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും ഉത്തരവാദിത്തപ്പെട്ട ശിഷ്യന്മാരെയും സംഘടനാ നേതാക്കളെയും എല്ലാം ഇത്തരം മേഖലകളിൽ നിന്ന് മാറ്റിയത്. ഇതൊക്കെ നീ ഒറ്റക്ക് കണ്ടുപിടിച്ചതാണോ? ഇത്രയൊക്കെ വലിയ ഭാരമൊക്കെ നീ ചുമക്കാനായോ? വല്ലാത്തൊരു കണ്ടുപിടുത്താണല്ലോ ചങ്ങാതി. അപ്പൊ നിങ്ങളുടെ കോളാമ്പികളോട് സംസാരിച്ചു കഴിഞ്ഞാൽ, എക്സ്പോച്ച് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ സംഘടനയ്ക്ക് ഭാരമാകുമല്ലേ? ഞാനിപ്പോ കുറേയായി സംസാരിക്കുന്നത്. ഈ പേരോട് ഉസ്താദിന് വേണ്ടി സംസാരിക്കുന്നത് കൊണ്ട് സുന്നി സമൂഹം, അത് സംഘടന ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ എന്നോട് നിരന്തരം പറയാൻ, ഈ ഇബിലീസ് ത്വരീക്കത്തുകാർക്കെതിരെ മറുപടി പറയണം, തുറന്നു കാണിക്കണമെന്ന്. ഇവൻ പറയാണ് അവരൊരു ബാധ്യതയാകും, അതുകൊണ്ടാണ് പേരോട് സഖാഫി മാറ്റി നിർത്തുന്നത് എന്ന്. എൻ്റെ ചങ്ങാതി, പേരോട് ഉസ്താദ് തന്നെ ഇവിടെ സംഘടനയുടെ നേതാവായിട്ട് എത്ര കാലായി. നിങ്ങൾ വലിയ ഉറൂസൊക്കെ നടത്തിയ താജുൽ ഉലമയിലെ ഉള്ളാളത്തെ തങ്ങൾ പാപ്പ പേരോട് ഉസ്താദിനെ ഒരു നിമിഷം അവഗണിച്ചിട്ടുണ്ടോ? അതേപോലെ നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ എത്ര പേർ മരണപ്പെട്ടവരെയാണ് നിങ്ങൾ അംഗീകരിക്കുള്ളൂ, ജീവിച്ചിരിക്കുന്നവരെ അംഗീകരിക്കില്ല. പിന്നെ AP ഉസ്താദിനെ ഇടക്ക് തള്ളും ഇടക്ക് കൊള്ളും, ഇടക്ക് തള്ളും ഇടക്ക് കൊള്ളും. അതിങ്ങനെ നിർദ്ദേശം കിട്ടുന്നതിനനുസരിച്ച് തള്ളും കൊള്ളും, അതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ ഇങ്ങനെയുള്ള പണ്ഡിതന്മാരൊക്കെ അംഗീകരിച്ച പേരോട് ഉസ്താദ് എത്ര കാലമായി ചങ്ങാതി ഇവിടെ സുന്നി ആശയം പറയുന്നു? നിങ്ങളേതോ പിഴച്ച ആശയം കൊണ്ടുവന്നിട്ട് അതാണ് സുന്നത്ത് ജമാഅത്ത്, പേരോട് ഉസ്താദ് പറയുന്നതൊക്കെ ബിദ്അത്താണെന്ന് പറഞ്ഞാൽ തലയിൽ ആൾതാമസമുള്ള ആളുകൾ അംഗീകരിച്ചു തരില്ല, എക്സ്പോച്ച് ചെയ്യപ്പെടും. നിങ്ങളെ മടവൂരാണ് പടച്ചോനെന്ന് പറയുന്ന ഈ ഇബിലീസ് ത്വരീക്കത്തുകാരെ, അല്ലെങ്കിൽ തന്നെ ലോകത്താരെങ്കിലും പറയോ ഇബിലീസ് സ്വർഗത്തിൽ പോകുമെന്ന്? അതൊക്കെ പറഞ്ഞ ടീമുകളല്ലേ നിങ്ങൾ. എന്നിട്ട് പേരോട് ഉസ്താദിന് വേണ്ടി ശബ്ദിക്കുന്നവർ പോലും ബാധ്യതയാണെന്ന് മനസ്സിലാക്കുമത്രേ. ഇവിടെ പേരോട് ഉസ്താദ് തന്നെ സുന്നികൾക്ക് ആവേശമായി സകല കള്ളത്തൊരീക്കത്തുകാർക്കെതിരെയും ഗർജിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെയൊക്കെ മാണിക്കക്കല്ലല്ലേ. അങ്ങനെ ഒരു പണ്ഡിതനെ നിങ്ങൾക്ക് കിട്ടാത്തതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമുണ്ടോ? എന്താണ് ഈ അസൂയ വന്നത് എന്നറിയോ? ഈ സംഘടനയിൽ നിന്ന് ഇവന്മാരുടെ കുത്തിത്തിരിപ്പ് നേരത്തെ തന്നെ മനസ്സിലാക്കി ദീർഘദൃഷ്ടി കൊണ്ട് ഉൾക്കൊണ്ട് പിടിച്ച് പുറത്തേക്കിട്ട് അപ്പോഴാ പേരോട് ഉസ്താദ് കൊള്ളാതായത്. ഇതൊക്കെ പഴങ്കഥകൾ ഞങ്ങൾക്ക് എമ്പാടും പറയാനില്ലേ. എന്തായാലും നിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണമല്ലോ, നീ പറ. നിങ്ങൾക്കറിയോ വഹാബികൾ ഒരു കാലത്ത് വളരെയധികം സെലിബ്രേറ്റ് ചെയ്തിരുന്ന ആളുകളായിരുന്നു ഫൈസൽ മൗലവി. അതുപോലെ തന്നെ അവരുടെ ഒരു യങ് പ്രഭാഷകനായി അല്ലെങ്കിൽ ഈ രംഗത്തൊക്കെ ശോഭിക്കാൻ കഴിവുണ്ട് എന്ന് അവരെല്ലാവരും വലിയ വായിൽ പറഞ്ഞിരുന്ന ഒരാളായിരുന്നു സൽമാൻ മൗലവി. ഇവരൊക്കെ സംവാദ വേദിയിൽ സ്റ്റേജിൽ വന്നിരുന്നതിനു ശേഷം മറുഭാഗത്ത് സുന്നികൾക്ക് വേണ്ടി അഹ്സനി ഉസ്താദാണ് രംഗത്ത് വരുന്നത് എന്നറിഞ്ഞപ്പോ വലിയ കോമഡി ആട്ടോ പറയാൻ പോണത്. എന്തായാലും കേട്ടിരുന്നോ? എവിടെയെങ്കിലും ഒന്ന് പിടിച്ചിരുന്നോ? ചിരിച്ച് താഴെ വീണു പോകണ്ട. അഹ്സനി ഉസ്താദ് എന്നൊക്കെ പറയണ കേട്ടോ പയ്യൻ, എന്താ ആദരവോടുകൂടിയാണ്. ഏത് സാധനത്തെ? പോട്ടെ പോട്ടെ പോട്ടെ, പറ വഹാബികള്. നമുക്കറിയാം, വഹാബികളുടെ കേരളീയ ചരിത്രത്തിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റുകളിൽ ഒന്നായിരുന്നു അഹ്സനി ഉസ്താദുമായി സംവാദത്തിൽ ഏർപ്പെടുക, അഹ്സനി ഉസ്താദുമായി സംവാദത്തിന് വന്നു എന്നത്. അന്ന് നീ ഈ പറഞ്ഞ അച്ഛനി ഉസ്താദ് സംവാദത്തിന് പോകുമ്പോ ആരുടെ കൂടെയായിരുന്നു നിനക്കറിയോ? നീ അന്ന് ജനിച്ചിട്ടുണ്ടോ? ഏത് സംഘടനയിലായിരുന്നു? ഈ അച്ഛനി ഉസ്താദിനെ കുത്തിയിരുത്തി സംവാദത്തിന്റെ പോയിന്റുകളും തെളിവുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തതാരായിരുന്നു? ഇപ്പൊ പിന്നെ ആ ഉസ്താദുമാരെ തെറി പറഞ്ഞു നടക്കുന്നുണ്ട്. അതിന്റെ ഗുരുത്തക്കേട് നമ്മൾ കാണുന്നുണ്ട്. ഓരോ ദിവസം പിഴച്ച് തനി കുഫറൻ വാദങ്ങൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ അച്ഛനി ഉസ്താദ്. ഈ അച്ഛനി ഉസ്താദിന്റെ കൂടെ സംവാദത്തിന് അപ്പുറം ഇപ്പുറം ഒക്കെ ഇരുന്ന് കിതാബ് നോക്കിയതും പോയിന്റുകൾ പറഞ്ഞു കൊടുത്തതും ഒക്കെ വേറെ അഹ്സനികളില്ലായിരുന്നോ? നല്ല അഹ്സനികൾ. നിന്റെ ഈ അച്ഛനി ഉസ്താദിനെ കുറിച്ച് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദ് പറഞ്ഞത് ഉണങ്ങിയ കൊമ്പാണെന്നാ, കുരുത്തക്കേട് കിട്ടിയതാ. അതേസമയം മറ്റ് അഹ്സനിമാർ ഇന്നും ഉണ്ട്, സുന്നികളായി സുന്നത്ത് ജമാഅത്തിന്റെ പ്രബോധന മേഖലയിലുണ്ട്. അപ്പൊ ഈ അച്ഛനി ഉസ്താദ് ഒറ്റക്ക് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വലിയ സംഭവമാക്കിയതൊന്നുമല്ല. എന്നിട്ടോ ബാക്കി മോൻ പറ. മൂവാറ്റുപുഴ സംവാദം ഇന്നും വഹാബി പ്രസ്ഥാനത്തിന്റെ
മുജാഹിദ് പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും മായാത്ത ഒരു മറുകായി അവിടെ അവശേഷിക്കുകയാണ്. അതൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. ആ മറുക അങ്ങനെ മായാതെ അവിടെ അവശേഷിക്കുന്നുണ്ട്. മൂവാറ്റുപുഴ സംവാദം മാത്രമല്ല, സുന്നികൾ നടത്തിയിട്ടുള്ള സംവാദങ്ങളൊക്കെ അവിടെ മറുകായിട്ട് അവശേഷിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് കൊട്ടപ്പുറത്ത് നടത്തിയ സംവാദം മുതൽ ഇപ്പോഴും കൊട്ടപ്പുറം സംവാദമൊക്കെ ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പൊ സുന്നികൾ സംവാദം നടത്തുമ്പോൾ ജയിക്കുന്നത് അച്ചനുച്ചാദിന്റെ മികവ് കൊണ്ടല്ല, സുന്നത്ത് ജമാഅത്ത് ഹക്കാണ് എന്നതുകൊണ്ടാണ്. അതിന് നല്ല സാത്വികരായ പണ്ഡിതന്മാർ കൂടെ ഇരുന്ന് ഊണും ഉറക്കം ഒഴിച്ച് പഠിപ്പിച്ച് പിന്തുണച്ചത് കൊണ്ടാണ്. അത് മനസ്സിലാക്കാൻ പൊരുത്തം എന്ന് പറഞ്ഞൊരു സാധനം വേണം. അത് നീ പറഞ്ഞ ആ ഒത്താതുണ്ടല്ലോ, ആ ഒത്താതിനില്ലാതെ പോയി. അതുകൊണ്ടാണ് കൂടെ ഇരുത്തി പഠിപ്പിച്ചു കൊടുത്തവരെ വരെ മൗലവി എന്ന് വിളിച്ചത്. അവൻ മൗലവി എന്ന് വിളിക്കാത്ത, അവൻ വഹാബിയാക്കാത്ത ഏത് പണ്ഡിതനാ ഇന്ന് ജീവിച്ചിരിക്കുന്നത്? എന്ന് പറഞ്ഞാൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കെതിരെയൊക്കെ ഇവൻ ഈ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സാധനങ്ങളെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നീ അച്ചനി ഉച്ചാദിനെ പുകഴ്ത്തി എന്തെങ്കിലും നേടാനാണെങ്കിൽ അയക്കോ, ബാക്കി പറയൂ. ആ മൂവാറ്റുപുഴ സംവാദത്തിൽ വഹാബികളെ ലീഡ് ചെയ്തിരുന്ന ആളായിരുന്നു ഹനീഫ കായക്കൊടി, ഹനീഫ മൗലവി. അയാൾ ഇന്നും വഹാബികളുടെ വേദിയിൽ അപ്രസക്തനാണ്. എടോ ചെക്ക, വഹാബികൾ തന്നെ അപ്രസക്തരാണ്. അവർക്കിടയിലേക്ക് ജിന്നും ചെയ്താനും ഒക്കെ പാഞ്ഞു കയറിയതോടുകൂടി അവര് തമ്മിത്തല്ലായി 8ഉം 10ഉമായി പൊട്ടിപ്പിളർന്ന് അവരപ്രസക്തരായി പോയി. പിന്നെ ഈ പറഞ്ഞ ഹനീഫ കായക്കൊടിയും അതുപോലെ ഫൈസൽ മൗലവിയൊക്കെ അവരുടെ വേദികളിൽ ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്. നിന്റെ ഈ പറഞ്ഞ ആ ഒത്താത് തന്നെ മറുപടി പറഞ്ഞിട്ടില്ലേ പല സ്ഥലങ്ങളും പോയിട്ട്? നീ അതൊന്നും കണ്ടിട്ടില്ലേ? നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലേ? അപ്രസക്തമായി പോയി. അത്ര വായിക്കൊള്ളാത്ത വാക്കുകളുമായിട്ട് വന്നതാണ്. എന്നിട്ട് ആ ഒരു മാതൃക ഉള്ളത് കൊണ്ട് തന്നെയാണ് ഫൈസൽ മൗലവിയെ പോലെയുള്ള, സൽമാൻ മൗലവിയെ പോലെയുള്ള ആളുകൾ വേദിയിൽ എത്തിയതിനു ശേഷവും ഓടിയത്. ഇത് കണ്ട് പേടിച്ചിട്ടാണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി സ്വന്തം മക്കളെയും അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനത്തിന്റെയും സംഘടനയുടെയും എല്ലാം ആളുകളെയും ഇത്തരം മേഖലകളിൽ നിന്ന് വിലക്കുന്നത്. ഇത് പറയാനാണ് നീ ഇത്രയൊക്കെ വളഞ്ഞു തിരിഞ്ഞ് മൂക്കെ പിടിച്ചതല്ലേ? പേരോട് ഉസ്താദ് ഇപ്പോ മക്കളെയൊക്കെ വിലക്കി. എന്തുകൊണ്ട്? ഈ പറഞ്ഞ ഒത്താദിന്റെ മുമ്പിലെത്തിയാൽ അവരൊക്കെ പേടിച്ചോടണ കൊണ്ടാണെന്ന്. ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞില്ലേ, വെറുതെ പണിമുടക്കാണ് നിന്റെയൊക്കെ പിന്നാലെ നടക്കല്. കാരണം എന്താ? നിങ്ങൾക്ക് വേറെ ജോലിയില്ല. നിങ്ങളുടെ വരുമാന മാർഗം ഇതാണ്. നിങ്ങളുടെ അന്നം ഈ നാട് നീളെ ഇങ്ങനെ ഊരു തെണ്ടി ഉസ്താദുമാരെ തെറി പറയലാണ്. ഓരോ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെയുള്ള പണ്ഡിതന്മാർക്ക് വേറെ പണിയുണ്ട്. അവർക്ക് വേറെ കുറെ ഉത്തരവാദിത്തങ്ങളുണ്ട്. നിങ്ങളെപ്പോലെ ഒരു പ്രതിബദ്ധതയും സമൂഹത്തോടില്ലാതെ ജീവിക്കുന്നവരല്ല. ഇത് മനസ്സിലാക്കാനായിട്ട് ബുദ്ധി വളരണം, ചിന്തിക്കണം. കോമാടന്റെ കഴുതയായാൽ പറ്റില്ല. എന്നിട്ട് ഇന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സമസ്ത AP വിഭാഗത്തിന് വേണ്ടി, പേരോട് മൗലവിക്ക് വേണ്ടി ചാവേറുകളാകാൻ ആളെ കിട്ടാതായിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിരന്തരം നിങ്ങൾക്കെതിരെ നാടന്മാര്, ചെക്കന്മാര്, നീ പറഞ്ഞ അറബി മലയാളം ഒന്നും അറിയാത്ത പയ്യന്മാര് മറുപടി പറയാനുണ്ടല്ലോ. നീ പറയണ ആളെ കിട്ടാനില്ല. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ നാടന്മാര്, പയ്യന്മാര് നിങ്ങൾക്കെതിരെ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താടാ ചെക്ക, നിനക്ക് തലച്ചോറില്ലേ? വളരാനുള്ള പ്രായമായിട്ടില്ലല്ലോ അല്ലേ? അത് സാരയില്ല, ചെക്കനല്ലേ, പാൽക്കുപ്പി പയ്യൻ, നമുക്ക് ക്ഷമിച്ചു കളയാം. മോൻ പറ. ഇന്ന് അവർക്ക് വേണ്ടി രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് അറബി പോയിട്ട് മലയാളം പോലും ശരിയായി കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആളുകളാണ്. നേരത്തെ പറഞ്ഞ ആളെ കിട്ടാനില്ല, ഇപ്പൊ പറയുന്നു അറബി പോയിട്ട് മലയാളം പോലും പറയാത്ത ആളുകളാണെന്ന്. നീ എവിടെയെങ്കിലും ഒന്ന് നിക്കി. എങ്ങനെ നിൽക്കാനാണ്? വലിയ കോളാമ്പി അന്ന് പറഞ്ഞത് ഇന്ന് വരുമ്പോ മാറ്റി പറയും, അന്ന് പറഞ്ഞത് ഇന്ന് വരുമ്പോ മറന്നുപോകും. ആ കൂട്ടത്തിലല്ലേ? അപ്പൊ സ്വാഭാവികമാണ്. ഒരു സെക്കൻഡ് മുമ്പ് പറഞ്ഞത് അതിന്റെ നേരെ വിപരീതം തൊട്ടു പുറകെ പറയാൻ. ആയിക്കോട്ടെ. എന്തായാലും ഇവന്റെ അസുഖം എന്താണെന്നറിയോ? ഇങ്ങനെ കുറേ പോണുണ്ട്. നിഴൽവാദമാണ്. പേരോട് ഉസ്താദ് നിഴലുണ്ട്. ആർക്ക്? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്ന് പറഞ്ഞുവത്രേ. അതാണ് ഇപ്പൊ ഇവന്റെ വാദം. ഇവന്മാരിങ്ങനെ ഒരു കിംവദന്തി പരത്തിയപ്പോ പേരോട് ഉസ്താദ് അത് വളരെ വ്യക്തമായി വിശദീകരിച്ചു. സുന്നികളുടെ സംശയമൊക്കെ തീർന്നു. പക്ഷെ ഇവന്മാർക്ക് വേറെ എന്തെങ്കിലും കണ്ടന്റ് വേണ്ടേ? കൃത്യമായ മറുപടികൾ കിട്ടിയാലും പിന്നെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊന്നും പ്രത്യേകിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ കുഴഞ്ഞു കിടക്കണ വാപ്പ നമ്മൾ മറുപടി പറഞ്ഞ് ഏതാണ് മുശബ്ബഹ്, ഏതാണ് മുശബ്ബഹു ബിഹി,
എന്താണ് വജ്ഹുശബഹ് എല്ലാം കൃത്യമായി പറഞ്ഞു കൊടുത്ത് ആളുകൾക്ക് ബോധ്യപ്പെട്ടതാണ്, ഇവർക്കും ബോധ്യപ്പെട്ടു. പക്ഷെ പ്രത്യേകിച്ച് വേറെ വിഷയമൊന്നും പറയാനില്ലല്ലോ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ പാടിയത് തന്നെ പാടുക. ഒരു ദിവസം മാവൂർ, ഒരു ദിവസം കൊയിലാണ്ടി, ഒരു ദിവസം ഉപ്പള, വേറൊരു ദിവസം തിരൂർ, വേറൊരു ദിവസം ഉള്ളാൾ, ഇങ്ങനെ ഫ്ലെക്സ് ബോർഡുകൾ അടിക്കുക. രാവിലെ ആകുമ്പോഴേക്കും ചട്ടിയും പിക്കാസും അതുപോലെ മണ്ണ് വാരാനുള്ള ചിരട്ടയും കയറും അങ്ങനെ തുടങ്ങി കസേര, മേശയിൽ വിരിക്കാനുള്ള വിരിപ്പ്, കുടിക്കാനുള്ള ഗ്ലാസ്, അതിലുള്ള വെള്ളം, അങ്ങനെ തുടങ്ങി എന്തെല്ലാം വേണോ ഒക്കെ ആയിട്ട് വണ്ടി ഇങ്ങനെ പോവല്ലേ ഓരോ സ്ഥലത്തേക്ക്. എന്നിട്ട് ആരും കാണാത്ത ഏതെങ്കിലുമൊക്കെ ഒരു മൂലയിൽ ഒരു ചെറിയ ഓഡിറ്റോറിയം എടുക്കും. എന്നിട്ട് ഇന്നലെ കണ്ടവർ തന്നെ ഇന്നും അണികള്, ഇനി നാളെ കാണാനുള്ളവർ ഇവർ തന്നെ അണികള്, പ്രസംഗിക്കുന്നവരും അവർ തന്നെ, പ്രസംഗിക്കുന്ന മാറ്ററും അത് തന്നെ. ഇതിങ്ങനെ നിരന്തരം പാടിക്കൊണ്ടിരിക്കല്ലേ. പേരോട് സ്ഥാനത്തൊക്കെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കണ്ടേ. ഓരോ ദിവസവും ഓരോ വിഷയമാണ്. അതും എന്ത് ഗഹനമായിട്ടാണ് ചർച്ച ചെയ്യണത്. അതൊക്കെ കേൾക്കാനും പഠിക്കാനും ഒക്കെ ഒരു തൗഫീക്ക് വേണം. നിങ്ങൾ ഇബ്ലീസിന് തൗഫീക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നടക്കുന്ന പാർട്ടിയല്ലേ. അപ്പൊ പിന്നെ എന്തായാലും ഇവിടെ മുസ്ലിമീങ്ങൾക്ക് കിട്ടുന്ന തൗഫീക്ക് കിട്ടൂല. എന്നിട്ട് ഇവന്റെ പ്രശ്നം നിഴലാണ്. അതിൽ ഇവൻ പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ കേൾപ്പിക്കാം, എന്നിട്ട് നിർത്താം. അയാൾ വളരെ കൃത്യമായി പറഞ്ഞില്ലേ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിഴൽ കാണാറില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും എവിടെയും എങ്ങനെയും കാണാറില്ല അത്രേ. ഈ കാണാറില്ല എന്ന് പറയുന്ന നിഴലേതാ? ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണാറില്ല എന്ന് പറയുന്ന നിഴലേതാ? പെയിന്റിംഗ് തൊഴിലാളികൾ മറുപടി പറയണം. പെയിന്റിംഗ് തൊഴിലാളികൾ മറുപടി പറയാൻ ഇപ്പൊ അവർക്ക് സമയം ഉണ്ടാകുമോ അറിയില്ല, അവർ ജോലിയിലായിരിക്കും. ഏതായാലും നീ ആ ചോദിച്ച നിഴലില്ലേ മോനെ, എടാ പാൽക്കുപ്പിച്ചക്ക, ഇവിടെ പേരോട് ഉസ്താദ് തന്നെ ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് പറഞ്ഞത്? നിഴൽ എന്ന് പറഞ്ഞ ആ സംഭവം അത് സാധാരണ നമ്മൾക്കൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ വെളിച്ചത്ത് വരുന്ന നിഴലാണോ എന്നൊക്കെ ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ടടാ. അതോടുകൂടി ഇവിടെ സുന്നികളുടെ സംശയമൊക്കെ തീർന്നതാണ്. പേരോട് ഉസ്താദ് പറയുന്ന ഒരു ചെറിയ ഭാഗം നീ കേൾക്കൂല, കേട്ടാൽ തന്നെ നിന്റെ തലയിലേക്ക് കയറൂല എന്ന് ഞങ്ങൾക്കറിയാം. എന്നാലും ഞങ്ങളുടെ ഒരു ബാധ്യതയുണ്ടല്ലോ. ഏത് ബാധ്യത? ഒരു മനുഷ്യൻ ഇങ്ങനെ പിഴച്ചു പോകുമ്പോൾ പിഴച്ചു പോകരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് സത്യം പറയേണ്ട ഒരു ബാധ്യത, അതുകൊണ്ട് കേൾപ്പിക്കുകയാണ്. അതാ ഞാൻ പറഞ്ഞ പുസ്തകത്തിൽ തന്നെ പറയുന്നു, നിഴൽ പ്രകാശരശ്മികൾ സുതാര്യമല്ലാത്ത വസ്തുവിൽ തട്ടിത്തടയുമ്പോൾ ആ വസ്തുവിന്റെ മറുപുറത്തുണ്ടാകുന്ന താരതമ്യേന ഇരുണ്ട ഛായ. ഇതാണ് നമ്മൾ സാധാരണയായിട്ട് നമ്മളൊക്കെ വിളക്കിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ സൂര്യന്റെ മുന്നിൽ, ചന്ദ്രന്റെ മുമ്പിലൊക്കെ നിൽക്കുമ്പോ നമ്മളുടെ നേരെ മറുവശത്തുണ്ടാകുന്ന ഇരുണ്ട ഛായ, അതിന് നിഴൽ എന്ന് പറയും. ഇതാണ് നിഴൽ എന്ന വാക്കിന്റെ മലയാളത്തിൽ ഒരു അർത്ഥം. ഇത് ഒരർത്ഥമാണ്. ഈ അർത്ഥത്തിലുള്ള നിഴൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകാറേ ഇല്ല. അതാണ് ലം യദ്ഹറു ലഹു ദില്ലുൻ അസ്ലാ. നബി തങ്ങൾക്ക് ഒരിക്കലും അസ്ലൻ, ഒരിക്കലും അല്ലെങ്കിൽ അടിസ്ഥാനപരമായി ഒരിക്കലും നബി തങ്ങൾക്ക് നിഴൽ വെളിവായിരുന്നില്ല എന്ന് ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹുവിനെ പോലെ പണ്ഡിതന്മാർ പറഞ്ഞത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിഴലില്ല എന്ന് പേരോട് ഉസ്താദ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസമാണെന്നും ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അത് ഇമ്മത്തിനെ ഉദ്ധരിച്ചും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പാൽക്കുപ്പി ചെക്കൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാണാറില്ല എന്ന് പറഞ്ഞ നിഴലേതാണ് എന്ന്. ഇനി കാണാറുണ്ട് എന്ന് പറഞ്ഞല്ലോ, അതേതാണെന്ന് ഉസ്താദ് തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. ഒരർത്ഥം പറഞ്ഞു. രണ്ടാമത്തെ അർത്ഥം പ്രതിബിംബം. നിഴലിന്റെ അർത്ഥമാണ് പ്രതിബിംബം. പ്രതിബിംബം എന്നും നിഴലെന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നേ. പ്രതിബിംബം അതിന് ബ്രാക്കറ്റിൽ അതിന്റെ അർത്ഥം പറയും, കണ്ണാടിയിലും ജലത്തിലും മറ്റും പ്രതിഫലിച്ചുണ്ടാകുന്നത് പോലെ. അപ്പൊ മലയാളത്തിൽ നിഴൽ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ഉസ്താദ് കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയാം. കണ്ണാടിയിൽ നോക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടി നോക്കാറില്ലേ? അവിടുന്ന് തലപ്പാവ് മുമ്പിലുള്ള വെള്ളപ്പാത്രത്തിൽ നോക്കി തലപ്പാവ് ശരിയാക്കിയപ്പോൾ ആയിഷ ബീവി ചോദിച്ച സംഭവങ്ങളൊക്കെ ഹദീസിലുണ്ട്. ഇതൊക്കെ നീ വല്ലതും കണ്ടിട്ടുണ്ടോ? അപ്പൊ അവിടെ ഒരു പ്രതിബിംബം കാണില്ലേ, അതിനെ നിഴലും എന്ന് പറയും. അപ്പൊ ഇവിടെ സുന്നികളുടെ സംശയമൊക്കെ തീർക്കാൻ ഈ ഇബ്ലീസ് ത്വരീഖത്തുകാരുടെ ആവശ്യമില്ല. നിന്നെപ്പോലെയുള്ള പാൽക്കുപ്പി പയ്യന്മാരുടെ ആവശ്യം സുന്നികൾക്കില്ല. ഇവിടെ ഞങ്ങൾക്ക് പേരോട് ഉസ്താദൊക്കെ ഉണ്ട്, അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ വിശ്വാസം ഞങ്ങൾ മുറുകെ പിടിച്ചു ജീവിച്ചോളാം. നിങ്ങൾ നിങ്ങളുടെ മച്ചായിക്കന്മാരും
ആ മച്ചായിക്കന്മാരുടെ ഉപദേശങ്ങളും അവരുടെ നിയന്ത്രണങ്ങളും ഉപദേശമൊക്കെ കണ്ടില്ലേ? അള്ളാഹു നിൽക്കും, അള്ളാഹു ഇരിക്കും, അള്ളാഹു കിടക്കും, അള്ളാഹു നടക്കും എന്നൊക്കെ പറയണ ആ വലിയ ഉപദേശം ഇല്ലേ? അതുപോലെ എഴുന്നേറ്റ് നിന്ന് കേൾക്കേണ്ട ഉപദേശങ്ങൾ, അതൊക്കെ കേട്ട് നിങ്ങൾ നടന്നോളൂ. ഞങ്ങൾ സുന്നികള്, ഞങ്ങളുടെ ഉലമാ അവർ കാണിച്ച വഴിയിലൂടെ ജീവിച്ചോളാം. എന്തായാലും മോൻ അടുത്ത വീഡിയോ എവിടെന്നെങ്കിലൊക്കെ തപ്പിപ്പിടിച്ചിട്ട് പേരോട് ഉസ്താദിന് മറുപടി പറയാൻ വരണം. നീ മറുപടി പറഞ്ഞാൽ പേരോട് ഉസ്താദും സംഘവും അപ്പാടെ അങ്ങോട്ട് ഒലിച്ചു പോകുമല്ലോ. അതുകൊണ്ട് മോന്റെ പണി തുടർന്നു, ചാപ്പാട് മുടക്കണ്ട.